ചെറുപ്പക്കാരനേക്ക് മെസ്സേജ് അയച്ചിരിക്കുക, സിസ്റ്ററെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, എന്തിനു പ്രാർത്ഥിക്കണം? ഡിവോഴ്സിലേക്ക് പോവുകയാണ്. കാരണം അവൻ എനിക്ക് 54 ദിവസം മുമ്പ് അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, സിസ്റ്ററെ അവൾ എന്നോട് മിണ്ടുന്നില്ല, എന്നോട് മാത്രം അവൾ മിണ്ടില്ല, എന്നോട് അവൾ സ്നേഹം കാണിക്കുന്നില്ല, എൻ്റെ വീട്ടുകാരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളല്ല, ഞാൻ. അപ്പോൾ ഉടനെ ഞാൻ അവനോട് പറഞ്ഞു, ഡിവോഴ്സ് ഇതിന് പരിഹാരമല്ല മകനെ, നീ ഒരു കാര്യം ചെയ്യുക, 54 ദിവസം നീയും നിന്റെ ഭാര്യയും ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഉടനെ അവൻ പറഞ്ഞു, അത് നടക്കില്ല സിസ്റ്ററെ, അത് നടക്കില്ല, ഞാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളാം, അവള് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളും. അങ്ങനെ അവൻ പറഞ്ഞു വെച്ചു, ഞാൻ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇന്ന് രാവിലത്തെ മെസ്സേജാണ്, സിസ്റ്ററെ 54 ദിവസമായി അവളിൽ ഒരു മാറ്റവും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ അവനൊരു മറുപടി കൊടുത്തു, മകനെ ഇന്ന് രാവിലെ 5:30 എൻ്റെ മറുപടി. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് വിവാഹത്തിന്റെ കൂദാശിയുടെ അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോ അവള് മിണ്ടിയില്ല, നിന്നോട് അവൾ സ്നേഹം കാണിച്ചില്ലെന്ന് പറഞ്ഞ് ഡിവോഴ്സിലേക്ക് പോകാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചത്? നിനക്കൊരു ശതമാനം പോലും മാറാനോ അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിക്കാനോ അവന് താല്പര്യമില്ല. അവളെ ഇഷ്ടമില്ല, ഒഴിവാക്കണം, അതൊരു കാരണം കണ്ടെത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് തന്നെ എനിക്ക് 4 മെസ്സേജാണ് വന്നത്. അത് 1 വർഷം, 5 വർഷം, 3 വർഷം, 1 വർഷവും 4 മാസവുമായ ചില ജീവിതങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ച് പേപ്പർ കൊടുത്തതിനെ കുറിച്ച് ഇറങ്ങി വരുമ്പോൾ ഞാൻ വേണേ കാണിച്ചു തരാം. എനിക്ക് കേട്ടിട്ട് ഭയം തോന്നുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട എൻ്റെ ചേച്ചിമാരെ, അല്ലെ യുവതികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ജീവിതം അർപ്പിച്ചത് ബലിപീഠത്തിലാണെങ്കിൽ തിരിച്ചെടുക്കാൻ നിനക്ക് അവകാശമില്ല. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് മഠത്തിലേക്ക് ഒരു ചേട്ടൻ കയറി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മദറെ സിസ്റ്ററിനെ കണ്ടേ പറ്റൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മദറെ, ഞാൻ അപ്പടി മടുത്തിരിക്കും, എനിക്ക് പറ്റില്ല. മദർ പറഞ്ഞു, അൻപരി അങ്ങനെ പറയല്ലേ, ആ മനുഷ്യൻ 3 തവണ കോളേജിൽ പോയി, 3 തവണ പഴയ മഠത്തിൽ പോയി, അതുകൊണ്ട് ഒന്ന് കാണും. ഞാനിങ്ങനെ കാലെല്ലാം നീര് വെച്ചിരിക്കുക. ഞാൻ ചെന്നു. എന്താണ് ചേട്ടാ? സിസ്റ്ററെ, എൻ്റെ പ്രാർത്ഥന നിറവുള്ള പ്രാർത്ഥനയാ. അപ്പോഴത്തേക്കും വലിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ പറഞ്ഞു, എന്താണ് ചേട്ടാ? അങ്ങനെ നിറവുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് എനിക്ക് സിസ്റ്ററിനെ കാണാൻ അവസരം കിട്ടി. അതാണ് 1ാമത്തെ ദൈവാനുഗ്രഹം. ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, ഞാൻ ഒരു വ്യക്തി വലിയ ആളൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യത്തി. ഇനി വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാര്യ ഇപ്പോൾ ഏത് മനുഷ്യന്റെ കൂടെയാണെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം. ഞാൻ കൗൺസിലിങ്ങിന് പോയവരെല്ലാം പറഞ്ഞു, നീ അവളെ ഉപേക്ഷിച്ചേക്കുക. സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്ന് കേൾക്കണം അത്. എന്നിട്ട് അടുത്ത തീരുമാനം. തിരിഞ്ഞു പോലും നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വിളിച്ച അവൾ മധുരമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ചേട്ടാ, കണിയാന്റെ ജോലി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. കോളേജ് പഠിപ്പീരും അത്യാവശ്യം വചനം പറിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് കണിയാന്റെ ജോലിയിലേക്ക് പോയിട്ടില്ല. ചേട്ടന് വേറെ വല്ലതും പറഞ്ഞു. ഉടനെ പറഞ്ഞു, ചേട്ടൻ സിസ്റ്ററിന് അറിയത്തില്ല എൻ്റെ ഭാര്യ ആരാന്ന്. അവൾ എനിക്ക് വേണ്ടി ഇത്രയും കോടികൾ എനിക്ക് നഷ്ടം വരുത്തി, എനിക്കിന്ന് ഒന്നുമില്ലാത്ത, ഞാൻ ഇന്ന അച്ഛൻ്റെ ബന്ധു, ഇന്ന സിസ്റ്ററിന്റെ ബന്ധു, ഇന്ന കുടുംബത്തിലെ ബന്ധു, എന്നോട് കുറേ നിരകൾ, അതായത് ചെറിയ ആളല്ല, വലിയ ആൾ. ഇയാൾ പോയ ഉള്ള കൗൺസിലേഴ്സിനെ കുറിച്ചെല്ലാം എന്നോട് പറയും. ഇന്ന ആൾക്കാരും ഇന്ന ആൾക്കാരും ഒക്കെ പറഞ്ഞു, ഇന്ന കൗൺസിലർ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഇപ്പം അവൾ ആ മനുഷ്യന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ എന്നോട് പറഞ്ഞു സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, ചേട്ടാ, അങ്ങനത്തെ ഒരു കൃപ എനിക്കില്ല. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ചേട്ടനോടിപ്പം മിണ്ടണ്ടെന്നാ ഈശോ പറയുന്നത്. സിസ്റ്റർ എന്നെ ഒന്നും മിണ്ടാത്ത. ഞാൻ ഈശോ പറയുന്നില്ലല്ലോ ചേട്ടാ മിണ്ടാൻ. എന്നിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ചേച്ചി കുറ്റം ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. എന്നാൽ ഈശോ എന്നോട് പറയുകയാണ്, ചേട്ടനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാൻ പറയാൻ. ഉടനെ ചേട്ടൻ പറഞ്ഞു, അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞേ? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ വ്യക്തിപരമായി സംസാരിക്കണോ ചേട്ടനോട്? ഞാൻ പറഞ്ഞു, ചേട്ടനെ ഈശോ പൊതിഞ്ഞു പിടിച്ച വഴികൾ ഒന്നൊന്ന് ഇന്ന സ്ഥലം ഇന്ന വ്യക്തികൾ കൂടെ ചേട്ടൻ പോയത് ഞാനിപ്പോൾ പറയണം. പ്രിയപ്പെട്ടവരെ, ചില ജീവിതങ്ങളുണ്ട്
ഭാര്യ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്താൽ ആ ഭാര്യയെ കുറ്റപ്പെടുത്തി അവളുടെ തെറ്റ് വലിയ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ ഇവിടെ പോയിരിക്കുന്നത് ഒന്നല്ല 10 പേരുടെ കൂടെയാ. അത് പറയില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പൊ നമുക്ക് പറ്റില്ല. ചേട്ടൻ പോയി 1 മാസക്കാലം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ചേച്ചിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, ചേട്ടന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെട്. സ്വയം ബോധ്യമില്ലാതെ മറ്റൊരാളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ ആ കുടുംബ ജീവിതം ഡിവോഴ്സിന്റെ വക്കീല. ഞാനൊന്ന് വെറുതെ പറയല, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കും. ഈ അടുത്ത ആഴ്ചകളിൽ നടന്ന സംഭവങ്ങളാ നിങ്ങളോട് ഞാൻ പറയുന്നത്. എപ്പോഴും സ്വന്തം കുറ്റപ്പെടുത്താൻ അറിയത്തില്ല, മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തും. അവർക്ക് എന്ത് കുറ്റമുണ്ടോ എന്ത് കുറവുണ്ടോ അത് മാത്രം നോക്കി നടന്നാൽ അവിടെ വിശ്വസ്തതയില്ല, അവിടെ കൃപയില്ല, അവിടെ വിശുദ്ധിയില്ല, അവിടെ അനുഗ്രഹമില്ല. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുള്ളൂ. വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും അർപ്പിച്ച ജീവിതമാണെങ്കിൽ പൂർണ്ണ വിശ്വസ്തത സ്വർഗത്തോട് പാലിക്കണം. നിനക്ക് നിന്റെ ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കാൻ അവകാശമില്ല. നിനക്ക് നിന്റെ ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ അവകാശമില്ല. നീ ദൈവത്തിൽ നിന്നെ തന്നെ അളന്നു നോക്കിക്കേ. നിനക്കെവിടെയാ കുറവ്? നീ സ്വയം അളക്കണം. നിനക്ക് തെറ്റിയോ? നിനക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ പിഴയെന്നടിച്ച് കരുണയായിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ കടന്ന് കാണുന്ന കൗൺസിലേഴ്സിനോടെല്ലാം ഭാര്യ ഇപ്പൊ എവിടെയാ, ഭർത്താവ് ഇപ്പൊ എവിടെയാ, എത്ര പേരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നും ദൈവാനുഗ്രഹമല്ല. ഇന്ന് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. വ്യക്തമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാര്യം ഇവിടെ പങ്കുവെക്കുമ്പോൾ ഇതിൽ പല കുടുംബങ്ങളിലും പലവിധ തകർച്ചകളുണ്ട്, കുനിഞ്ഞു കിടക്കുന്ന ചില കെട്ടുകളുണ്ട്. ഈ വിശ്വസ്തതയുടെ മേഖലയിലേക്ക് സ്വയം ഒന്ന് പരിശോധിച്ച് കുറവുകളെ തിരിച്ചറിഞ്ഞാൽ ഇന്ന് അവൻ നിന്റെ നുകത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് നിന്റെ കുടുംബത്തെ ഉയർത്തുക തന്നെ ചെയ്യും. മറക്കരുത്, കുറ്റാരോപണം, ഒന്നാമത്തെ കുറ്റാരോപണം വിശ്വസ്തത ദൈവസന്നിധിയിലുണ്ടോ? ദൈവസന്നിധിയിൽ നീ വിശ്വസ്തനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും സ്വർഗം ഇടപെട്ടോളും. ഇവിടെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ വിശ്വസ്തതയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കുടുംബ ജീവിതത്തിൽ എത്രമാത്രം ഒരു വ്യക്തി വിശ്വസ്തത പാലിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കണ്ണുകളടച്ച് ദാമ്പത്യ ജീവൻ നയിക്കുന്ന എല്ലാ മക്കളും 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. ജീവിത പങ്കാളിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോ നിന്നെ കാണുകയാണ്. നിനക്ക് വന്നിട്ടുള്ള കുറവുകൾ അവന്റെ കൺമുമ്പിലെല്ലാം തെളിവായി കാണുന്നുണ്ട്. ഒന്നും മറഞ്ഞിരിക്കുന്നില്ല മക്കളെ, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ നിന്റെ ജീവിതത്തിൽ വിശ്വസ്തത കുറവ്, ജീവിത പങ്കാളിയോട് സ്വർഗത്തിന്റെ മുമ്പിൽ വിശ്വസ്തതയില്ലാതെ, ഏറ്റെടുത്ത ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തതയില്ലാതെ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ മക്കളൊക്കെ പ്രാർത്ഥിക്കുക, അപ്പനും അമ്മയും കാണാതെ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് മറ്റു പല മേഖലകളിലേക്ക് കാശ് ചുമ്മാ ചെലവാക്കി കളയുന്ന അവസ്ഥകളും അതൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവെ നീ എന്നെ ഇപ്പൊ കാണണേ, കർത്താവെ നീ എന്നെ പരിശോധിക്കണം, കർത്താവെ അവിശ്വസ്തയുടെ മുറിവുകൾ ഇപ്പോൾ ഉണക്കണം. ഹോസിയ പ്രവാചകന്റെ കർത്താവ് പറയും, ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവ് ഉണക്കിയിരിക്കുകയാണ്. കർത്താവ് നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ അവിശ്വസ്തയുടെ മുറിവുണ്ടെങ്കിൽ 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോ ഇപ്പൊ സ്നേഹത്തിന്റെ തൈലം പുരട്ടി അവിശ്വസ്തയുടെ മുറിവുണക്കി സ്വർഗം നിന്നോട് വിശ്വസ്തത കാണിക്കാൻ, സ്വർഗത്തിന്റെ വിശ്വസ്തത നിനക്ക് അനുഭവമേത്യമാകാൻ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ശക്തനായ വൻകാര്യങ്ങൾ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ചേർത്ത് വെച്ച്, എല്ലാ മക്കളും ചേർത്ത് വെച്ച്, മറ്റുള്ളവരുടെ കുറ്റമല്ല മക്കളെ നോക്കേണ്ടത്. എന്റെ കുറവ് എന്റെ പോരായ്മ, ദൈവസന്നിധിയിൽ എനിക്ക് വന്നു പോയിട്ടുള്ള അവിശ്വസ്തയുടെ മേഖലകള് ഓരോ മക്കളും പരിശോധിച്ച് ഓരോ സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി. കണ്ണുകളടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ മക്കൾക്കും ഒരു കുമ്പസാര ഒരുക്കമാണിത്. ആരും ആരെയും ശ്രദ്ധിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ചെറുതാകാം വലുതാകാം വിശ്വസ്തത കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും മേഖലകൾ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഈശോയെ എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് വന്നു പോയിട്ടുള്ള അവിശ്വസ്തതകൾ ഈശോയെ നീ ഏറ്റെടുക്കണം. ഈശോയെ ഇതാ തിരുമുമ്പിലേക്ക് ഏൽപ്പിക്കുക. അവിശ്വസ്തയുടെ മുറിവ് ഉണക്കണം കർത്താവേ. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ചിന്തയിലാകട്ടെ വാക്കിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ നമ്മൾ ആരും പരിശുദ്ധരല്ല. നമ്മുടെ കുറവുകളെ ദൈവകരങ്ങളിലേക്ക് വെക്കുകയാണ്. സ്വർഗം നടത്തുന്ന കുറ്റാരോപണത്തിൽ വിശ്വസ്തത കുറഞ്ഞു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ കർത്താവേ ഇന്ന് നിന്റെ പക്കം ഞാൻ അനുദപിക്കുകയാണ്. ഈശോയെ അനുതാപ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അനുദപിക്കുന്ന ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണം. ഈശോയെ എൻ്റെ മേൽ വലിയ കരുണ ചൊരിയണം കർത്താവേ, കരുണ ചൊരിയണം കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. പോരാ, സ്വരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വിശ്വസ്തതയോടെ ഒരു മകൻ ഒരു മകള് ജീവിക്കാൻ തുടങ്ങിയാൽ അവിടെ അത്ഭുതമാണ്. ഇവിടെ അത്ഭുതമാണ്. ഇന്ന് രാവിലെ എനിക്ക് പാലാ അങ്ങറ്റത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നു. ആ ചേട്ടൻ 1 വർഷമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ചേട്ടൻ്റെ പേര് ജോർജ് എന്ന. 1 വർഷമായി ഈ മനുഷ്യൻ ഇങ്ങനെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ 27 വർഷം മുമ്പ് അപ്പൻ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സ്ഥലം എഴുതി കൊടുത്തപ്പോൾ അന്ന് അനിയൻ്റെ പേരിലേക്കാണ് സ്ഥലം എഴുതിയത്. എന്നിട്ട് പറഞ്ഞു തിരിച്ചെഴുതി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയത്. ഇന്ന് അനിയൻ ആ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പം കേസ് നടക്കുകയാണ്. 4-5 വർഷങ്ങളായിട്ടുള്ള കേസ് നടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര സങ്കടമാണ്, ഒത്തിരി വിഷമം. മിനിങ്ങാന്ന് രാത്രിയും എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സിസ്റ്ററെ ദൈവം കേൾക്കുന്നില്ലല്ലോ സിസ്റ്ററെ, പ്രാർത്ഥിച്ചു മടുത്തു. 1 വർഷമായി അദ്ദേഹം തൻ്റെ ജീവിതത്തെ വിശ്വസ്തയോടെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ജീവിതത്തിൽ പല കുറവുകൾ അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെച്ച് 2 പേരും ചേർന്ന് വിശ്വസ്തയോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് മനുഷ്യൻ എഴുതിയിരിക്കുക, ഇത്രയും ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടും, ഇത്രയും എൻ്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിച്ചിട്ടും, ഇത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചേർന്ന് നിന്നിട്ടും എന്തേ എനിക്ക് പറ്റിയത്? അങ്ങനെ ഈ മനുഷ്യൻ മിനിങ്ങാന്ന് രാത്രി മെസ്സേജ് വെച്ചു. അപ്പോഴും ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ വിശ്വസ്തതയ്ക്കൊരു പ്രതിഫലം ഈശോ തരും ചേട്ടാ, ഈശോ തരും, ചേട്ടൻ വെയിറ്റ് ചെയ്യും. അത്രയും പറഞ്ഞിട്ട് ഞാൻ ഒരു വചനം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇന്ന് രാവിലെ 7:30 എനിക്ക് ആ ചേട്ടൻ്റെ മെസ്സേജ് ഉണ്ട്, സിസ്റ്ററെ ഒത്തിരി വൈകിയാണ് ഇന്നലെ ഞാൻ കിടന്നത്. ഇന്നലെ എനിക്ക് ആനന്ദത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അനിയൻ ഒന്ന് മനസ്സായാൽ മതി ഈ സ്ഥലം ഒന്ന് എഴുതി തരാൻ, ബാക്കിയെല്ലാം പൂർത്തിയാകും. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയനെതിരെ ഒരു വഴിപോക്കനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് യാതൊരു കുഴപ്പമില്ല, അനിയൻ നല്ല ടേംസിലാണ് ആ മനുഷ്യനുമായിട്ട്. പക്ഷേ മിനിങ്ങാന്ന് ഈ ചേട്ടനും ഈ മനുഷ്യനും തമ്മിൽ ഒരു വഴക്കുണ്ടായി. അത് കുഞ്ഞു വഴക്കാണ്, പക്ഷേ വലിയ വഴക്കായി. കോടതിയിൽ ഈ അനിയനെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അനിയൻ എന്ത് പറ്റിയെന്നറിയില്ല, ഇന്നലെ വൈകുന്നേരം വിളിച്ച് ആ സ്ഥലം എഴുതി കൊടുത്ത് ആധാരം തിരിച്ചേൽപ്പിച്ചെന്നും ഇന്നലെ രാത്രി ആ ദിവസമായിരുന്നെന്നും കേസ് എന്ന് പിൻവലിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് എനിക്ക് ആ മനുഷ്യൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തതയ്ക്കൊരു പ്രതിഫലമുണ്ട്, മറന്നേക്കരുത്. വിശ്വസ്തതയോടെ ജീവിക്കുന്നവർക്ക് പ്രത്യക്ഷത്തിൽ പല സങ്കടങ്ങള്, തിരമാലകള്, പർവ്വതങ്ങൾ ആടിയുലയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വിശ്വസ്തതയുണ്ടോ? ഈശോ അവിടെയുണ്ട്. ഈശോ ആടി ഉലഞ്ഞതിനെ ഉറപ്പിച്ചു തരും. നുകത്തിന്റെ കെട്ടുകൾ ഈശോ പൊട്ടിക്കും. അത് ഈശോയുടെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അടുത്ത വചനം കർത്താവ് പറഞ്ഞു, നിനക്ക് സ്നേഹം കുറഞ്ഞുപോയി. നിനക്ക് സ്നേഹം കുറഞ്ഞു പോയി. ആരോട് സ്നേഹം കുറഞ്ഞു? ആരോട് സ്നേഹം കുറഞ്ഞു? ദൈവത്തോട് സ്നേഹം കുറഞ്ഞു, പ്രിയപ്പെട്ടവരോട് സ്നേഹം കുറഞ്ഞു,
മനുഷ്യരോട് സ്നേഹം കുറഞ്ഞു. ഇല്ലേ? ആണോ? നിങ്ങളെല്ലാം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചവരാണോ? ആണോ? അല്ലേ? അല്ല. പൂർണ്ണത പ്രാപിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. സ്നേഹത്തിൽ കുറവ് വന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ പാപം എന്നിൽ കടന്നു വന്നെന്ന് അതിനർത്ഥം. അല്ലാതെ ഈശോ സ്നേഹിക്കുന്നില്ലെന്നല്ല, എൻ്റെ ഉള്ളിൽ എന്ത് വന്നു? പാപം കടന്നു വന്നു. ഞാൻ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തത്. ആ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാനാണ് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എങ്ങോട്ട് പോകണം? കുമ്പസാര കൂട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മൂന്നാമത്തെ കാര്യം, ദൈവ വിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവവിചാരം? പറ, എന്താണ് ദൈവവിചാരം? പറഞ്ഞോളൂ. അറിയത്തില്ലേ? പറ, നിങ്ങളുടെ അഭിപ്രായം പറ. ഒന്നും മിണ്ടാതിരിക്കണമെന്നാണ് ഇന്ന് തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കുന്നത് നാക്കുണ്ടോ? ഇല്ലേ? അപ്പോൾ ദൈവവിചാരം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ആരെക്കുറിച്ച് ഓർക്കണം? കർത്താവിനെ കുറിച്ച് ഓർക്കണം. നമ്മൾ എന്തിനെ കുറിച്ച് ഓർക്കും? നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് ഇന്ന് എന്തൊക്കെ ചെയ്യണം ഓർക്കാറില്ലേ? പ്ലാനുകളും പദ്ധതികളും ആര് രൂപീകരിക്കും? നമ്മൾ രൂപീകരിക്കും. എന്നാൽ ഈശോ പറയുകയാണ്, മനുഷ്യൻ പദ്ധതികൾ കൃത്യമായിട്ട് അറിയാം, പക്ഷെ സംഭവം ഒന്നും ഫോളോ ചെയ്യുന്നില്ലുള്ളൂ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം ആരുടേതാ? കർത്താവിൻ്റെത്. അങ്ങനെയാണെങ്കിൽ നീ ആരെക്കുറിച്ച് വിചാരിച്ചാൽ മതി? കർത്താവിനെ കുറിച്ച് വിചാരിച്ച കർത്താവ് നിന്റെ കാര്യങ്ങൾ നോക്കിക്കോളിയല്ലേ? ടെൻഷൻ വേണോ? ഇപ്പം ഇന്ന് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? ദൈവവിചാരം ഇല്ല. അപ്പം അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്ക്. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചേ. നിങ്ങൾ അവരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണോ? ചോദിച്ചേ, ടെൻഷൻ ഉണ്ടോ? അവരെന്ത് മറുപടി പറഞ്ഞു? ഇല്ലെന്നോ? ഉണ്ടെന്ന് പറഞ്ഞോ? അവർ മറുപടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവരോട് പറ, ടെൻഷൻ വേണ്ട, കർത്താവിനെ വിചാരിക്കാനൊന്ന് പറഞ്ഞ്. ടെൻഷൻ വേണ്ട, കർത്താവിനെ ഞാൻ കർത്താവിനെ വിചാരിച്ചാൽ എന്നെ വിചാരിക്കുന്ന കർത്താവ് എന്നെ അനുഗ്രഹിച്ചോളൂ. സങ്കീർത്തനം 115:12. എന്താണ് വചനം? കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞേ. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചിട്ട് പറ, നിനക്ക് ടെൻഷൻ വേണ്ട, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചോളും. നീ കർത്താവിനെ കുറിച്ച് വിചാരിക്കണം. അതവർ കേട്ടോ? അവർ കേട്ടോ? നാളെ ടെൻഷൻ വന്നെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം. ടെൻഷൻ രാവിലെ തൊട്ട് ടെൻഷനല്ലേ? കുഞ്ഞുങ്ങൾക്ക് സകതം എന്താ? ടെൻഷൻ. UKG പഠിക്കുന്ന കൊച്ച് എന്നെ രാവിലെ ഫോൺ വിളിച്ചു, സിസ്റ്ററെ അപ്പം ഈ ഫോൺ എപ്പോഴും വരുമല്ലേ? അപ്പം ഞാനൊരു കുഞ്ഞു പീക്കിരിട്ട് സ്വരമാണ് കേൾക്കുന്നത്. എന്നെ മോനെന്ന് ചോദിച്ചു. സിസ്റ്ററെ എനിക്കൊന്ന് GKയുടെ പരീക്ഷയാണ്, അപ്പടി ടെൻഷനാണ് സിസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണേന്ന്. ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. കുഞ്ഞല്ലേ, UKGയിലെ കൊച്ചിൻ്റെ ടെൻഷൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ശരിയായി, എടുക്കാൻ പറ്റാത്ത ലോഡായിരിക്കും, അതിനു പോലും ടെൻഷനാണ്. നമുക്കും ടെൻഷനുണ്ട്. ആ കുഞ്ഞിനോട് ഈ തള്ള എന്ത് പറഞ്ഞു കൊടുക്കണം? മാനെ, ടെൻഷൻ വേണ്ട, അവിടെ ആരുണ്ട്? നീ ഈശോയെക്കുറിച്ച് വിചാരിച്ചാൽ ഈശോ നിന്റെ കൈ പിടിച്ച് പരീക്ഷ എഴുതിച്ചോളും. അതിൽ തള്ളയ്ക്ക് ടെൻഷൻ മാറിയിട്ട് വേണ്ടേ കൊച്ചിന്? ശരിക്കും ഇന്ന് രാവിലത്തെ മെസ്സേജ് ഇങ്ങനെയാണ്. ഒത്തിരി മെസ്സേജ് രാവിലെ എമ്പടി ദൂരം താഴെ എത്തണം. ഈ മെസ്സേജ് എല്ലാം ഞാൻ വായിച്ചു. അപ്പോൾ ചേച്ചി ആ മെസ്സേജിനുണ്ട്, സിസ്റ്റർ ഇത് നിസ്സാരമായിട്ട് എടുക്കല്ലേ സിസ്റ്റർ. ഞാൻ ചോദിച്ചു എന്താണ്? എൻ്റെ മോൻ്റെ കുഞ്ഞിന് 3.5 വയസ്സായി. ആ കുഞ്ഞിന് ഖത്തറിലെ ഒരു സ്കൂളിലേക്ക് ഇന്ന് അഡ്മിഷൻ കിട്ടാൻ പോവുക. അവൻ ഇൻ്റർവ്യൂ സിസ്റ്ററെ. കുഞ്ഞു വാ പൊളിച്ചൊന്ന് പറയാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം.
അപ്പാന്ന് പോലും ചൊവ്വേന്നരെ പറയാൻ പറ്റാത്ത കുഞ്ഞൊരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അമ്മച്ചി വല്യമ്മച്ചി എന്നോട് പറയാണ്, കൊച്ചു വാ പൊളിച്ച് അവർ ചോദ്യത്തിന് ഉത്തരം പറയാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം, നിസ്സാരമായി എടുക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ അവസ്ഥ. ആ 3.5 വയസ്സുള്ള കൊച്ചു 4.5 വയസ്സ് പള്ളിക്കുടത്തിൽ പോയാൽ പോരെ, വീട്ടിലിരുന്നത് പ്രാർത്ഥിക്കുവോ? നമ്മുടെ കൂടെ ചിരിക്കും. അവനെ IAS ആക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ആയതുകൊണ്ട് ചേച്ചിയുടെ ടെൻഷൻ ചെറുതല്ല. കൊച്ചി 2 തവണ ഫെയിലായി. അതാണ് അടുത്ത ടെൻഷൻ. 2 തവണ കൊച്ചി ഇന്റർവ്യൂവിന് ഫെയിലായി. കാരണം കൊച്ചിന് പറയാൻ പറ്റുന്നില്ല. ഇവരെല്ലാം കണ്ട് കൊച്ചി പേടിച്ചു പോയി, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അടുത്ത ഇന്റർവ്യൂ ആണ് ഇന്ന്. അപ്പോൾ സിസ്റ്റർ പ്രത്യേകം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ചെറിയ പ്രശ്നങ്ങളാണ്, ഞാൻ സമ്മതിച്ചു പ്രിയപ്പെട്ടവരെ. എന്ത് പ്രശ്നവും വരട്ടെ, ആരുണ്ട്? ഈശോ ഉണ്ട്. ഈ വചനം മറക്കരുത്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് എന്നെ കുറിച്ച് വിചാരമുണ്ട്. ഈശോ എന്നെ അനുഗ്രഹിച്ചോളും. കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ടെൻഷൻ വേണ്ട. ടെൻഷൻ വന്നിന്ന് എത്രയോ പേരാ മാനസിക രോഗ കേന്ദ്രങ്ങളിലായിരിക്കുക. ഡിപ്രഷനിലേക്ക് കടന്നു പോയിരിക്കുന്ന എത്രയോ മക്കളുണ്ട് ടെൻഷൻ അടിച്ചിട്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡിപ്രഷന്റെ മരുന്ന് ഞാൻ കഴിക്കുന്നില്ല, പകരം ഞാൻ കഞ്ചാവിന്റെ മരുന്ന് കഴിക്കും. കഞ്ചാവ് ഒരിക്കലും എന്നെ തളർത്തില്ല, മനസ്സ് തകരില്ല. അപ്പം വന്ന് കരയുന്ന എൻ്റെ മകൻ പറഞ്ഞു, സിസ്റ്ററെ അവന് ഡിപ്രഷന്റെ മരുന്ന് വേണ്ട, കഞ്ചാവ് കൊടുത്താൽ മതി. ഈ കഞ്ചാവ് കർത്താവാണ് സൃഷ്ടിച്ചത്. ഇത് തന്നെയാണ് പറഞ്ഞു, എന്നോട് പറഞ്ഞതാണ്. കഞ്ചാവ് കർത്താവാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് കഞ്ചാവ് കഴിച്ചാൽ എനിക്കൊരു ഉത്തേജനം കിട്ടും, അതുകൊണ്ട് എനിക്ക് ഡിപ്രഷന്റെ മരുന്ന് വേണ്ട, അതെന്നെ തളർത്തിക്കളയും. ഇപ്പോൾ അവൻ്റെ ജീവിതം അവസാനം ഒരു തളർച്ചയിലേക്ക് പോകുമെന്ന് അവനറിയത്തില്ല. ടെൻഷൻ വരുമ്പോൾ കഞ്ചാവ് എടുത്ത് കഴിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കണം, ഈശോയ്ക്ക് നിന്നെ കുറിച്ച് വിചാരമുണ്ട്, ഈശോ നിന്നെ അനുഗ്രഹിക്കും. വിചാരമുള്ള അപ്പം പറയണം, എൻ്റെ കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ടടാ, ആ കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്, അതുകൊണ്ട് അവൻ നിന്നെ അനുഗ്രഹിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ നിന്റെ കുടുംബത്തിൽ വിചാരം ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. ദൈവവിചാരം കുടുംബത്ത് ദേശത്ത് അറ്റുപോയി എന്ന് പറയാൻ അപ്പോൾ പറ്റില്ല. വിശ്വസ്തത, സ്നേഹം, ദൈവവിചാരം, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ കാണും. പുറകിൽ നിന്ന് നിന്നെ തള്ളിക്കളഞ്ഞ നിന്നെ മുൻപന്തിയിലെത്തിച്ച് സമൃദ്ധിയുടെ കൃപ തരുന്ന ഒരു കർത്താവിനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വ്യക്തി ജീവിതത്തിലെ വിശ്വസ്തതയുടെ കണക്ക്, വ്യക്തി ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ കണക്ക്, വ്യക്തി ജീവിതത്തിലെ ദൈവവിചാരത്തിൻ്റെ കണക്ക്, ഈ 3 കാര്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. കണ്ണുകളൊക്കെ ഒന്ന് അടച്ചേ മക്കളെ, ഈശോയെ മാത്രം ഒന്ന് മനസ്സിൽ കണ്ടേ. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചകളിൽ നിന്ന് എഴുന്നേൽക്കണം. ഇനി ഒരു നുഖത്തിന്റെയും കെട്ടുകള്, പാപങ്ങൾ നമ്മളെ അടിമപ്പെടുത്തി തകർത്ത് കളഞ്ഞ് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവസ്നേഹത്തിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊന്നും ഉണ്ടാവരുത്. തീരുമാനമെടുത്തേ. കുഞ്ഞു കാര്യത്തിൽ പോലും ഞാൻ വിശ്വസ്തതയുള്ളവരായിരിക്കും. തെറ്റുപറ്റിയ ഓടിപ്പോയി കുമ്പസാരിച്ച് തിരുത്തി വിശ്വസ്തതയോടെ വ്യാപരിക്കും. 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമേറിയ കണ്ണുകൾ എന്നെ തഴുകി നിൽക്കൂ. എൻ്റെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ പാപം എന്നിൽ ഭരിക്കാതിരിക്കാൻ, പാപത്തോട് വിട പറയാൻ ഒരു തീരുമാനം എൻ്റെ മക്കളെടുത്തേ. കർത്താവിനെ കുറിച്ച് വിചാരിക്കാൻ, എൻ്റെ പ്ലാനുകളും പദ്ധതികളും പ്രഭാതത്തിൽ അവൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്ത് എന്നെക്കുറിച്ച് വിചാരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവനെക്കുറിച്ച് വിചാരിക്കാൻ ആഗ്രഹിച്ച്, അവനെക്കുറിച്ച് ഓർക്കാൻ ആഗ്രഹിച്ച്, പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗം നമുക്ക് വേണ്ടി നടത്തിയ കുറ്റാരോപണത്തിന്റെ മേൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, നിന്റെ മുമ്പിൽ വിശ്വസ്തതയിൽ വ്യാപരിക്കാൻ കൃപ തരണമേ, സ്നേഹത്തോടെ ജീവിക്കാൻ കൃപ തരണമേ കർത്താവേ, ദൈവവിചാരത്തോടെ വ്യാപരിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കുടുംബങ്ങൾ ഒന്നാകെ ഈശോയുടെ കരങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഏത് ജീവിതത്തിലും വിശ്വസ്തതയും സ്നേഹവും ദൈവവിചാരവും ഉണ്ടാകാൻ ആഗ്രഹിച്ച് ഹല്ലേലൂയ 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 ഓരോ മക്കളെ ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ കരുണ നിറയട്ടെ, കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഈശോ നമ്മളെ കാണുന്നുണ്ട്, മറക്കരുത്. ഈശോ നമ്മുടെ കൂടെയുണ്ട്.
നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവന്. അവൻ നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. മുഖത്തിന്റെ കയറുകൾ പൊട്ടിച്ച് നിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പിന്നിലേക്ക് നിന്നെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കർത്താവേ എനിക്ക് വിശ്വസ്തത തരണം കർത്താവേ, എനിക്ക് സ്നേഹം തരണം കർത്താവേ, ദൈവവിചാരമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ദൈവകരം ഈ ദേശത്ത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ നീ വിശ്വസ്തയോടെ വ്യാപരിക്കാൻ തീരുമാനിച്ചാൽ ഈ രാത്രി തന്നെ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ സ്വർഗം അഴിച്ചു മാറ്റും. സ്വർഗത്തിന്റെ മേൽ സ്വർഗത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരും. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിജയം ഇരിക്കുന്ന വലതുകരം കർത്താവ് നിന്റെ മേൽ നീട്ടും. അവന്റെ വലതു കൈയിൽ വിജയം കുടികൊള്ളുന്നവെന്ന് വചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിന്റെ കരം നിന്റെ മേൽ കടന്നു വരാൻ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.